ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രാമായണ യുദ്ധത്തിൽ, അതായത് രാമരാവണ യുദ്ധത്തിന് ശേഷം ലങ്കയുടെ രാജാവായിരുന്ന രാവണന് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ ശരീരം ദഹിപ്പിക്കപ്പെട്ടോ? അതോ ഇന്നും എവിടെയെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ അത്? അതെ, അദ്ദേഹത്തിന്റെ മൃതശരീരം ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളിൽ ഒന്നായ രാമായണവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഇന്ത്യയിലും ശ്രീലങ്കയിലും വ്യാപകമായി പ്രചരിക്കുന്നു. രാവണന്റെ മൃതശരീരം ഇന്നും ലങ്കയിലെ ഒരു രഹസ്യ ഗുഹയിൽ സൂക്ഷിക്കുന്നു എന്നാണ്. ശ്രീലങ്കയിലെ മധ്യ പർവ്വത പ്രദേശങ്ങളിലുള്ള രാഗല എന്ന കൊടും വനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹയിലാണ് ഈ മൃതദേഹം ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നതായി പറയപ്പെടുന്നത്. രാവണൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സഹോദരനായ വിഭീഷണൻ രാജാവായി അധികാരമേറ്റു. എന്നാൽ രാവണനോടുള്ള അതിയായ വിശ്വസ്തത പുലർത്തിയിരുന്ന നാഗവർഗക്കാരും അനുയായികളും അദ്ദേഹത്തിന്റെ മരണം അംഗീകരിക്കാൻ കഴിഞ്ഞില്ലത്രേ. അതിനാൽ അവർ രാവണന്റെ ശരീരം പ്രത്യേക ഔഷധ സസ്യങ്ങളും പുരാതന രാസപ്രക്രിയകളും ഉപയോഗിച്ച് സംരക്ഷിച്ചുവെന്നും ഭാവിയിൽ രാവണൻ വീണ്ടും ജീവിക്കുമെന്നും അതിനായി ഒരു രഹസ്യ സ്ഥലത്തേക്ക് മാറ്റി ഈ മൃതശരീരം എന്നുമാണ് ഐതിഹ്യം. ഈ കഥ കൂടുതൽ ദുരൂഹമാക്കുന്നത് ചിലർ രാവണന്റെ ശരീരം ഏകദേശം 18 അടി ഉയരമുള്ളതാണെന്ന് അവകാശപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മൃതശരീരം സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളതായും ചിലർ പറയുന്നു. രാമായണത്തിൽ വിവരിക്കുന്ന രാവണൻ സാധാരണ ഒരു രാജാവായിരുന്നില്ല. അദ്ദേഹം ശിവഭക്തൻ, വേദജ്ഞൻ, സംഗീതജ്ഞൻ, മഹാപണ്ഡിതൻ, അതേസമയം അഹങ്കാരത്തിന്റെ പ്രതീകം എന്നിങ്ങനെ പല തലത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള കഥകളും അനേകം രൂപങ്ങളിൽ നിലനിൽക്കുന്നു. ചില പതിപ്പുകൾ പ്രകാരം രാമചന്ദ്രൻ രാവണനെ വധിച്ചതിന് ശേഷം യഥാവിധി സംസ്കാരങ്ങൾ നടത്തുവാൻ വിഭീഷണനോട് ആവശ്യപ്പെട്ടു. ഈ വിവരം അനുസരിച്ച് രാവണന്റെ ശരീരം അഗ്നിക്ക് ഇരയാക്കപ്പെട്ടു. എന്നാൽ ചില പ്രാദേശിക ശ്രീലങ്കൻ ഇതിഹാസങ്ങൾ ഈ സംഭവത്തെ വ്യത്യസ്തമായി വിവരിക്കുന്നു. അവരുടെ അടിസ്ഥാനത്തിൽ രാവണന്റെ ശരീരം ഇന്നും നിലനിൽക്കുന്നുവെന്ന് വിശ്വാസം. ഇനി മറ്റൊരു കാര്യം, ശരീരം യഥാർത്ഥത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണ് സംരക്ഷിക്കുന്നത്? ചില വിശ്വാസങ്ങൾ പ്രകാരം നാഗവർഗത്തിന്റെ പിൻഗാമികളോ പാതാള ലോകത്ത് വസിക്കുന്ന അസുരന്മാരോ ഇന്നും ആ ഗുഹ കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാട്ടുമൃഗങ്ങൾ നിറഞ്ഞ മനുഷ്യർ അപൂർവമായി മാത്രം എത്തിച്ചേരുന്ന പ്രദേശമായതിനാൽ തന്നെ ഇവിടെ പ്രവേശനം വളരെ പ്രയാസകരമാണ്. ഈ ഗുഹയുടെ കൃത്യമായ സ്ഥാനം മനുഷ്യർക്ക് ഇന്നും അന്യമാണ്. ഇത് കാണുന്നതും കേൾക്കുന്നതുമായ പലർക്കും കെട്ടുകഥയാണെന്നും പരിഹാസ സംഭവവുമായി തോന്നിയേക്കാം. എന്നാൽ അക്കൂട്ടർ ചിന്തിക്കേണ്ടത്, ലോകത്തിലെ അനേകം പുരാതന സംസ്കാരങ്ങളിൽ മഹാരാജാക്കന്മാരുടെയും മഹാറാണിമാരുടെയും അങ്ങനെയുള്ള പലരുടെയും മൃതശരീരങ്ങൾ ഇന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈജിപ്തിലെ ഫറവോമാരുടെ മമ്മികൾ അതിന് ഏറ്റവും വലിയ പ്രശസ്തമായ ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ രാവണന്റെ ശരീരം സംരക്ഷിക്കപ്പെടാതിരിക്കാൻ വഴിയില്ല. എന്നിരുന്നാലും ഈജിപ്തിലെ മമ്മികളെ പോലെ രാവണന്റെ ശരീരത്തെക്കുറിച്ച് പുരാവസ്തു തെളിവുകളോ ശാസ്ത്രീയ പഠനങ്ങളോ നിലവിലില്ല. അതിനുള്ള കാരണവും മമ്മികളുടെ കാലഘട്ടവും രാവണന്റെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് തന്നെ ആയിരിക്കാം. ഒരുപക്ഷെ ഭാവിയിൽ പുതിയ പുരാവസ്തു കണ്ടെത്തലുകൾ ഈ രഹസ്യത്തിന് പുതിയ വെളിച്ചം നൽകാം. ഇല്ലെങ്കിൽ ഇത് എന്നേക്കുമായ ഒരു ഇതിഹാസ രഹസ്യമായി തുടർന്നേക്കാം.